Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1763 ബ്രീഫായുള്ള സ്പോയിലേഴ്സാണ്. ഗൈസ്, ഈ സ്പോയിലേഴ്സ് വന്നിട്ട് കുറച്ചധികം നേരമായി, പക്ഷേ നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബ്രീഫായുള്ള സ്പോയിലേഴ്സ്, അതായത് കുറച്ചുകൂടെ അധികം പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാം തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് അത്ര ട്രസ്റ്റഡ് ആയുള്ള സോഴ്സിൽ നിന്നല്ല, എങ്കിൽ കൂടിയും ഇതിൽ പലതും കറക്റ്റ് ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട, ചാപ്റ്റർ വരാനത്തെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്തായാലും കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് വീഡിയോയിലേക്ക് കിടക്കാം. സോ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ പ്രോമിസ് എന്നാണ് കേട്ടോ. സോ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ ലൂഫിനാണ് കാണാൻ സാധിക്കുന്നത്. ലൂഫിയായിട്ട് കുറച്ചധികം കുരങ്ങളുമായിട്ട് പാർക്കറൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഈ ചാപ്റ്റർ ഒഫീഷ്യലി തുടങ്ങാൻ നേരത്ത് നമ്മുടെ റോക്സിനെ ഡേവി ജോൺസ് എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ റോക്സ് അപ്പം തന്നെ പറയുകയും ചെയ്യും അവൻ ആളല്ലെന്ന്. അതുമാത്രമല്ല, റോക്സ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവൻ എഗ്രി ചെയ്യുന്നുണ്ട് പ്രോമിസ് ചെയ്തത് എന്തായാലും നടന്നിരിക്കണമെന്ന്. അതുമാത്രമല്ല, നമ്മുടെ റോക്സിൻ്റെ വൈറ്റ് ബീഡിൻ്റെ കായുടെയും കൂടെ നമ്മുടെ ബിഗ് മാമും കയറുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവർ 4 പേരാണ് ഇപ്പോൾ ബാറ്റിൽ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അവരെല്ലാവരും അറ്റാക്കും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് റോജർ പൈരറ്റ്സും റോക്സ് പൈരറ്റ്സും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞ ജോണും ഗംഗൂസിയും കൂടെയാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുന്ന നേരത്ത് ഗാർപ്പും റോജറും നമ്മുടെ ഇമുവിനെ കാണുന്നുണ്ട്. അത് കഴിയുന്ന നേരത്ത് സെബേക്കിന്റെ കൂടെ അവരും ചേരുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടെയാണ് ഇപ്പോൾ ഇമുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് എപ്പിക്കായുള്ള ഒരു ഡബിൾ പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ റോക്സ്, റോജർ, ഗാർപ്പ്, വൈറ്റ് ബിയർഡ്, കൈഡോ ആൻഡ് ബിഗ് മോം ഇവരെല്ലാവരും കൂടെ ഇമുവിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് അത്ര മാസീവായിട്ട് പോലും നമ്മുടെ ഇമു പെട്ടെന്ന് തന്നെ റിക്കവർ ആവുന്നുണ്ട്. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ഇമോട്ടെ ഡോമി റിവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് റോക്സിൻ്റെ മേൽ. എന്നിട്ട് അവൻ്റെ ഫാമിലിനെ കൊല്ലാനായിട്ട് ഉത്തരവിടുന്നുണ്ട്. പിന്നെ എന്തായാലും അടുത്ത വീക്ക് ബ്രേക്ക് ഇല്ല. സോ ഇനി നമുക്ക് കുറച്ചുകൂടെ അധികം സ്പോയിലേഴ്സിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗാർപ്പിനെ പറ്റി സംസാരിക്കാം. പുള്ളിക്കാരൻ നമ്മുടെ ഇമുവിൻ്റെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇമു ഇപ്പോൾ സാറ്റിൻ്റെ ബോഡിയാണ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, പുള്ളിക്കാരി മറൈൻസിനെ പൈററ്റ്സിനെ ഒരേപോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗാർപ്പ് ഇമുവിൻ്റെ നേരെ തിരിഞ്ഞത്. പിന്നെ പറയേണ്ടത് നമ്മുടെ ക്യാപ്റ്റൻ ജോണിനെ പറ്റിയാണ്. പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡെവിൽ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതെ നേരത്തെ ഫാൻസുകാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അത് നമ്മുടെ കിഡിന്റെ ഡെവിൽ ഫ്രൂട്ട് ആണ്. പിന്നെ നമ്മുടെ ഗംഗൂസിന്റെ ഇരിക്കുന്ന ഡെവിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ബോം ഫ്രൂട്ട് ആണ്, നമ്മുടെ മിസ്റ്റർ 5ന്റെ കയ്യിലുള്ളത്. അത് മാത്രമല്ല, ക്യാപ്റ്റൻ ജോൺ ആ ഒരു പവർ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഡ്രാഗനെ അവിടേക്ക് അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇമുവിന്റെ സെബേക്കിന്റെ ഡയലോഗിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ ഡേവി മെമ്പേഴ്സിനെ പുള്ളിക്കാരി ഡിസ്ട്രോയ് ചെയ്യും, എന്നിട്ട് ഈ വേൾഡ് കംപ്ലീറ്റ് ആക്കുമെന്ന്. അതുമാത്രമല്ല, വൈറ്റ് ബെയിൻ്റെ നെയിംഡ് അറ്റാക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ സെബേക്കിൻ്റെ, റോജറിൻ്റെ, ഗാർപ്പിൻ്റെ അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഇൻസൈനുള്ള പവർ മൂവ്സും നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ സെബേക്ക് ഫുള്ളി ഒരു ഡീമനായി മാറുന്നതിന് മുമ്പ് തന്നെ ഇമ്മ പുള്ളിക്കാരനെ നന്നായിട്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, മൈൻഡ് ഗെയിമൊക്കെ യൂസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് ദേഷ്യം വരെ അവൻ ബാക്കിയുള്ള ഹേറ്റ് ചെയ്യാൻ നോക്കും. ഇമ്മ ഇതൊക്കെ ചെയ്തത് മനഃപൂർവ്വം തന്നെയാണ്. കാര്യം ആ ഡോമി റിവേഴ്സി വർക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. സോ ഇതിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്തായാലും ചാപ്റ്റർ ഇറങ്ങാൻ നേരത്തെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ചാപ്റ്റർ ഇറങ്ങാൻ നേരത്ത് ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ 2 പേജും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.